നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘ്യതേ ഗിരിം യൽകൃപാതസ്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമുക്ക് മണ്ഡലകാല വ്രതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം അല്ലേ. വൃശ്ചിക മാസം പിറന്നാലെങ്ങനെയാണ്? വൃശ്ചിക മാസം പിറന്നാലോ രുദ്രാക്ഷമാലയണിയണം അല്ലേ. അതാണ് വൃശ്ചികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണം വിളികളാലും നാമഘോഷങ്ങളാലും ഒക്കെ ഈ കേരളത്തിൻ്റെ അന്തരീക്ഷം മുഴുവനും മുഖരിതമാകുന്ന ഒരു സമയമാണ്. ആദ്യം തന്നെ നമ്മളാരും എല്ലാം ഉണരുന്ന ആദ്യം ഗവൺമെൻറ് ഉണരും. കാരണം വഴിയൊക്കെ റെഡിയാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക്. പിന്നെ ക്യൂവിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ സകല ഈ പോലീസുകാർ, വണ്ടി, KSRTC, ഇങ്ങനെ സകല ഡിപ്പാർട്ട്മെൻറ്റുകാരും ഉണർന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോട്ടൽസൊക്കെ ഇല്ലേ, ആ വെജിറ്റേറിയൻ എന്നുള്ള അതൊക്കെ ഒന്ന് മിനുക്കുക, മുഖമൊക്കെ ഒന്ന് മിനുക്കുക. ആര് വന്നാലും കയറാൻ പാകത്തിന് അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കേരളം മുഴുവനും ഒരു പുത്തൻ ഉണർവ് വരുന്ന ഒരു സമയമാണിത്. നമ്മുടെ ക്ഷേത്രങ്ങളാണെങ്കിലോ, ക്ഷേത്രങ്ങളിൽ ഒരു നേരം പൂജ ഉണ്ടായിരുന്നതെല്ലാം 2 നേരമാക്കി. ഈ 2 നേരം പൂജയുണ്ടെങ്കിലും വളരെ ചുരുക്കം ആളുകൾ വരുന്നതൊക്കെ ഉണ്ടല്ലോ ഇപ്പം. കാരണം ഈ അയ്യപ്പന്മാർ എപ്പോഴും ഏത് ക്ഷേത്രം കണ്ടാലും അവിടെ ഇറങ്ങും. അതുതന്നെയല്ല, നമ്മുടെ ഭക്തരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ക്ഷേത്രത്തിൽ പോകും, എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു ബാഹുല്യം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 41 ദിവസം നമ്മുടെ ക്ഷേത്രങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന, അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകുന്ന അയ്യപ്പന്മാരുടെ, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മശാസ്താവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം എപ്പോഴും കാണുന്നതാണ് ഇതൊക്കെ. കാരണം വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സകല ക്ഷേത്രങ്ങളിലും ഇത് ഇന്ന ക്ഷേത്രം എന്നില്ല, അയ്യപ്പൻ്റെ ആവണമെന്നില്ല, വിഷ്ണുവിൻ്റെ ആണെങ്കിലും, നമ്മുടെ മഹാദേവൻ്റെ ആണെങ്കിലും, ദേവിയുടെ ആണെങ്കിലും, മുരുകൻ്റെ ആണെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും വൈകുന്നേരം ഒരു സ്പെഷ്യൽ ദീപാരാധന, ചിലയിടത്ത് ചെറപ്പെന്ന് പറയും. ഇങ്ങനെയൊക്കെ ജനങ്ങളെല്ലാം ഒത്തുകൂടുകയും അങ്ങനെ വളരെ പിന്നെ പ്രാർത്ഥന അല്ലെങ്കിൽ നാമജപം, ഭജന, ഇതൊക്കെ ഇങ്ങനെ നടത്തുന്ന ഒരു സമയമാണ്. നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതൊക്കെ ഈ കേരളം മുഴുവനും ഈ അയ്യപ്പസ്വാമിയെ ചിന്തിച്ചുകൊണ്ട്, ഈ അയ്യപ്പ ഘോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ. നമ്മളും അതിൽ പങ്ക് ചേരേണ്ടവരല്ലേ. ഞാനിപ്പോൾ പറയുന്ന ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാരുടെ കാര്യമോ അവരുടെ വീട്ടിലെ കാര്യം, അവരുടെ വീട്ടിലും വ്രതമൊക്കെ എടുക്കും, അതല്ല. പക്ഷേ പണ്ടത്തെ കാലത്തെ പോലെയല്ല. പണ്ട് 41 ദിവസം എങ്ങനെയായാലും വ്രതം എടുക്കുമായിരുന്നു. ഇപ്പം ചിലർ 11 ദിവസം നോക്കും, ചിലർ 7 ദിവസം നോക്കും, ചിലർ അന്ന് തന്നെ മാലയിട്ടിട്ട് പോകുന്നവരുണ്ട്. അത് എന്തുമാകട്ടെ, ആ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വീട്ടിലുള്ളവർ, അതായത് നമ്മളെപ്പോലെയുള്ള സ്ത്രീകളൊക്കെ നമ്മൾ ഈ 41 ദിവസം നമ്മളുടെ ഭവനങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വ്രതം എടുക്കുന്നതിൽ പങ്കാളികളാവണം, അത് എങ്ങനെയാണ് വേണ്ടതെന്ന് അത് നമുക്കെല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഏത് വ്രതമാണെങ്കിലും വളരെ ലളിതമാണ്. 1-2 കാര്യങ്ങൾ മാത്രം നിഷ്കർഷിച്ചാൽ മതി നമ്മൾ ഇല്ലേ. ആദ്യം നമ്മളെന്താണ്, വീടും പരിസരവും ശുചിയാക്കി വയ്ക്കുക. അതിപ്പോൾ നമ്മൾ പല വ്രതങ്ങളും എടുക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെ തന്നെ വയ്ക്കാറുള്ളൂ എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും വീടൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ വയ്ക്കുകയുള്ളൂ. അതുതന്നെയല്ല, നമ്മൾ ഈ പറഞ്ഞാൽ ഈ മണ്ഡലകാലം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്നായാലും എല്ലാം അടിച്ചു വാരിയൊക്കെ ഇടും. അതുകൂടാതെ ഈ പുതപ്പ്, ഷീറ്റ് ഇങ്ങനെയുള്ളതൊക്കെ അലക്കിയൊക്കെ എല്ലാം വൃത്തിയായിട്ടൊക്കെ വയ്ക്കും. ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഡെയിലി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ്, നമുക്ക് ഏറ്റവും പ്രധാനം സ്നാനമാണ് അല്ലേ. രാവിലെ കുളിക്കുക. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വൃത്തി തോന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ആദ്യം തന്നെ കുളിക്കുക. കുളി കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാമം ജപിക്കുക. നാമം ജപിക്കുന്ന, പക്ഷേ ഈ ഒരു വ്രതത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? മറ്റേ ഏത് വ്രതമാണെങ്കിലും നമ്മളെങ്ങനെയാണ്, നമ്മൾ ഇപ്പം ശിവരാത്രി വ്രതമാണെങ്കിൽ നമ്മൾ നമശിവായ അല്ലെങ്കിൽ ശിവൻ്റെ കൂടുതൽ ചെല്ലും. അതേപോലെ തന്നെ നവരാത്രി ആണെങ്കിൽ ദേവീസ്തുതികളാണ് കൂടുതൽ ചെല്ലുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളെല്ലാം നമ്മൾ ചെല്ലും. കാരണം എന്താണെന്നറിയാമോ? കാരണം ആരാ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ അയ്യപ്പൻ? ഹരിഹരപുത്രനാണ്. ഈ
എല്ലാത്തിൻ്റെയും അധിപതികളായ രണ്ട് പേര് അല്ലേ, ഹരിയും ഹരനും, അതായത് വിഷ്ണുവും മഹാദേവനും. ഇവരുടെ രണ്ടുപേരുടെയും ആ ചൈതന്യമാണല്ലോ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രണ്ട് മൂർത്തികളുടെ ചൈതന്യമാണ് ആ മൂർത്തിയും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവരെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ദേവിയെ പറ്റുമോ? അവിടെ നമ്മുടെ ദേവി അവിടെ ഇല്ലേ, നമ്മുടെ മാളികപ്പുറം ദേവത അവിടെ ഇരിക്കുന്നു. പിന്നെ ശാസ്താവുണ്ട്, ശാസ്താവാണല്ലോ പ്രധാനം. പിന്നെ ഗണപതിയുണ്ട്. ഇവരെ ആരെയും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും കീർത്തനങ്ങൾ ചൊല്ലാം, എല്ലാവരുടെയും നാമം ജപിക്കാം. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ചൊല്ലാൻ ശ്രമിക്കേണ്ടത് ഈ വിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയാണ്. കാരണം നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ഈ 41 ദിവസവും ഒരു നിഷ്ഠയായിട്ട് എടുത്തുകൊണ്ട് ഒരു 1001 പ്രാവശ്യമോ വല്ലോ ഇതങ്ങ് ഈ നമശിവായ എന്ന് ചൊല്ലാൻ എത്ര സമയമെടുക്കും? അതേപോലെ തന്നെ നാരായണായ നമോ എന്ന് ചൊല്ലാനായിട്ട് ഇങ്ങനെ ഇത് ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൊല്ലിയാൽ വളരെ ഉത്തമമാണ്. അതിൻ്റെ കാര്യം ഇനി ഇപ്പോൾ ഉടനെ തന്നെ പറയാം. അതുപോലെ തന്നെ നാമം ജപിക്കണം. അടുത്ത് പറയാനുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഭക്ഷണം നമ്മൾ വീട്ടിൽ വയ്ക്കുന്നതും വിളമ്പുന്നതുമൊക്കെ സാത്വിക ഭക്ഷണമായിരിക്കണം. ഇതറിയാലോ, എൻ്റെ നാളെ ത്രിഗുണങ്ങളുണ്ട് എല്ലാത്തിലും. നമ്മളുടെ സ്വഭാവത്തിലുണ്ട്, ഭക്ഷണത്തിൻ്റെ സ്വഭാവത്തിലുണ്ട്, പ്രകൃതിയിലുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ഈ സാത്വിക ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എരിവും പുളിയൊന്നും ഇല്ലാതെ, അതേസമയം സ്നിഗ്ധമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ അത് വേറെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് തരാത്ത അങ്ങനെയുള്ള ഭക്ഷണമാണ് സാത്വിക ഭക്ഷണം. മറ്റേതോ ഇത് രാജസ ഭക്ഷണം, അല്ലെങ്കിൽ രാജസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവും പുളിയൊക്കെ കൂടുതലുള്ളതാണ്. നമുക്ക് അങ്ങനെ ഉള്ള ഭക്ഷണമാണത്. ഇനി താമസിക ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചതും പുളിച്ചതും തലേ ദിവസത്തെയൊക്കെ ആണ് അത്. അപ്പോൾ നമ്മൾ ഈ സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വഴക്കും ബഹളവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറയും. നമ്മുടെ ഭവിഷ്യപുരാണത്തിൽ അതിൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു ഭർത്താവ് ദൂരെയാണെങ്കിൽ ഭാര്യ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണമെന്ന്. കാരണം എന്താ, അവൾ പൊല്ലാപ്പിലൊന്നും ചെന്ന് ചാടാൻ വിധത്തിലുള്ളൊരു ഭക്ഷണം കഴിക്കരുതെന്നാണ് അദ്ദേഹത്തിൽ പറയുന്നത്. ഇപ്പം പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മൾ വീട്ടിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി അതുമാത്രമല്ല, നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് ഭക്ഷിക്കുന്നൊക്കെ, അത് കഴിയുന്നു അതൊക്കെ ഒഴിവാക്കുക. അന്നന്ന് വെച്ച് പറ്റുമെങ്കിൽ ആ ഒരു നേരം തന്നെ, പണ്ട് നമ്മളുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു, ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ്, രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി അന്നേരം അത് കഴിച്ചു, പിന്നെ പാത്രം തേച്ച് കഴുകി, പിന്നെ ഉച്ചക്കലത്തേക്കുള്ളത് പിന്നെ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതുപോലെയുള്ളൊരു ദിനചര്യ നമ്മൾ പിന്തുടരാനായിട്ട് ശ്രമിക്കുക എന്നേ പറയുന്നുള്ളൂ. പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ ആവശ്യമില്ലാതെ അനാവശ്യ ചിന്തകളും അനാവശ്യ വാഗ്വാദങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ, നമുക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഒന്നും മിണ്ടാതെ പല്ലും കടിച്ചിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ചിലർ പറയുന്നതിനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ നല്ലത് പറഞ്ഞേനെ ഇപ്പം, കാരണം ഞാനിപ്പം വ്രതമായതുകൊണ്ട് ഞാനൊന്നും പറയണില്ല എന്ന്. അപ്പോൾ അങ്ങനെയൊന്ന് കുറച്ചൊന്ന് ക്ഷമിച്ച് നോക്കൂ, അപ്പോൾ അറിയാം നമ്മളുടെ സ്വഭാവത്തിലൊക്കെ വരുന്ന ഒരു മാറ്റം. അങ്ങനെ നമ്മളുടെ ഓരോ കുടുംബവും ഓരോ ഐശ്വര്യത്തിൻ്റെ ശ്രീകോവിലായിട്ട്, അതായത് ഭഗവാന്റെ ആലയമാണല്ലോ ദേവാലയം എന്ന് പറയുന്നല്ലേ, ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളും നല്ല രീതിയിൽ ചിന്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളുടെ കുടുംബത്തിന് നല്ലത് വരുത്താം. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് എന്നാ ഗുണമുള്ളത്? ഈ 41 ദിവസം നമുക്കിഷ്ടമുള്ള പല ഭക്ഷണങ്ങളും കഴിക്കാതെ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനം നമുക്കത് തന്നെയാണ് അല്ലേ. ഏറ്റവും പ്രധാനം ഇതാണ്, പണ്ട് പറയില്ല, അന്ന വിചാരം, മുന്ന വിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം എന്ന്. നമുക്കെല്ലാവർക്കും നമ്മൾ പുറകെ പോകുന്ന ഭക്ഷണത്തിൻ്റെ പുറകെ തന്നെയാണ്. അപ്പം അത് ഇങ്ങനെ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ ചെയ്തിട്ട് എന്താ ഒരു ഗുണം എനിക്കുള്ളത് എന്നാണെങ്കിൽ, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, സുഹൃതം എന്ന്. നമ്മളെല്ലാവരും കേട്ടു, കുറച്ച് പ്രായമായവരൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ പിള്ളേരോട് ആരും അത് പറയുന്നുമില്ല, ഒന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സുഹൃതമുള്ള വീടുകളിൽ നല്ല കുഞ്ഞുങ്ങളുണ്ടാവുകയുള്ളൂ. സുഹൃതം എന്ന് പറഞ്ഞാൽ എന്നാ,
നമ്മളുടെ കാരണവന്മാരായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞ് അവരെ പഠിപ്പിച്ച് അങ്ങനെ നല്ല രീതിയിൽ ഉള്ള കാരണവന്മാരുണ്ടായി അതങ്ങനെ തലമുറകൾക്ക് പകർന്ന് കൊടുത്ത് അങ്ങനെ വരുന്ന കുടുംബങ്ങളാണ് സുഹൃതമുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ആ കുടുംബത്തിലെ മോശമായി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും, സുഹൃതക്ഷയമാണെന്ന് പറയും. ഈ സുഹൃതക്ഷയം വന്നാൽ പണ്ട് നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ഒരു കുട്ടി വഴിവഴച്ചു പോകുകയോ സുഹൃതക്ഷയം, അല്ലാതെ എന്ത് പറയാം, അത് സുഹൃതക്ഷയം തന്നെയാണ്. കാരണം അതേസമയം നമ്മളൊക്കെ ഇതുപോലെയൊക്കെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ലതുപോലെ പ്രവർത്തിക്കും ഒക്കെ. നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക, ഇതാണ് നമ്മളെ ഏറ്റവും മനസ്സ വാച കർമ്മണ എന്നാണല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അനന്തര തലമുറ, നമ്മളുടെ മക്കളും അവരുടെ മക്കളും അടുത്ത തലമുറയെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വരുന്നത്, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ജോലിയുള്ള, നല്ല രീതിയിൽ സൽസ്വഭാവികൾ, അതാണ് ഏറ്റവും നോക്കേണ്ടതല്ലേ. ബാക്കി എന്തൊക്കെ ഗുണമുണ്ടായാലും അങ്ങനെ ഏറ്റവും നന്നായിട്ട് വരുന്ന ഒരു തലമുറയെ, അനന്തര തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളമ്മമാർ ഇങ്ങനെ ചില ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പലപ്പോഴും പലരും ഇതിനൊന്നും സഹകരിക്കാത്തവർ പലരും കാണും. നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട. കാരണം നമ്മളവരെ തർക്കിക്കുകയോ ഉത്തരം പറയുകയോ ഒന്നും ചെയ്യേണ്ട. കാരണം നമുക്ക് പറ്റുന്ന വിധത്തിൽ, ഇപ്പം ഒരു കുടുംബത്തിലാകുമ്പം അംഗങ്ങളുടെയൊക്കെ ഇത് നോക്കണമല്ലോ, അതും എനിക്കറിയാം. കാരണം അതൊക്കെ പറ്റുന്ന വിധത്തിലൊക്കെ നമ്മൾ ചെയ്യുക. ഇത് ഈ പറയുന്ന പോലെ പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക, നാമജപം അതിനേക്കാളും അത്യാവശ്യമായിട്ട് നടത്തുക. അതിന് നമുക്ക് ആരുടെയും മുടക്കൊന്നും വേണ്ട, ആരുടെയും അനുഭവം ഒന്നും വേണ്ട. നാമം ജപിക്കാനായിട്ട് നമുക്ക് ഉറക്ക ജപിക്കുന്ന ഇഷ്ടമല്ലേ, മനസ്സുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ജപിക്കാമല്ലോ. മാനസജപം മതി, അതാണേലും ധാരാളമാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കുടുംബങ്ങളൊക്കെ നല്ല കുടുംബങ്ങളും നമ്മളുടെ മക്കളും ഒക്കെ നല്ല മക്കളും നമ്മുടെ അനന്തര തലമുറയാണെങ്കിലും നമ്മുടെ പേരക്കുട്ടികളും ഒക്കെ നന്നായിട്ട് ജീവിക്കാനും, പിന്നെ നമ്മളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും നമുക്ക് വേണ്ടതല്ലേ. നമുക്കെന്താ വേണ്ടത്? നമ്മളുടെ വീട്ടിൽ സമ്പത്ത് വേണം, അതായത് ഐശ്വര്യം വേണം, സമാധാനം വേണം, ശാന്തി വേണം. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. ഇതെല്ലാം ഈ 41 ദിവസം നമ്മൾ നിഷ്ഠയോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു വ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല നമുക്കുണ്ടാകുമെന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഉണ്ടാകാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു നിയമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല മണ്ഡലകാലം ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ 41 കൊണ്ട് നിർത്തണമെന്നില്ല. നമുക്ക് മകരവിളക്ക് വരെ നീട്ടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എന്തായാലും എല്ലാവർക്കും നമ്മുടെ കലിയുഗ വരദനായ ശ്രീ അയ്യപ്പസ്വാമി എല്ലാവിധ അനുഗ്രഹങ്ങൾ തരട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മഹാദേവനും ശ്രീനാരായണനും എല്ലാം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.